പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഹിമാലയൻ താഴ്വരയിലെ മക്ലിയോഡ് ഗഞ്ച് അഥവാ അപ്പർ ധർമ്മശാല എന്ന പ്രദേശത്താണ്. 1959 ടിബറ്റിലുണ്ടായ ചൈനീസ് അധിനിവേശത്തെ തുടർന്ന് ദലൈലാമയും 55 പ്രധാന സന്യാസിമാരും ഉൾപ്പെടെ ഏകദേശം 100,000-ഓളം ടിബറ്റൻ ബുദ്ധ ജനത അയൽ രാജ്യമായ ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത് അഭയം തേടിയ സ്ഥലമാണിത്. ഇന്ത്യയിലെത്തിയ ദലൈലാമയും സംഘവും ഈ പ്രദേശം ആസ്ഥാനമാക്കി പ്രവർത്തനമാരംഭിച്ചു. ദലൈലാമയുടെ വസതിയും ബുദ്ധമതക്കാരുടെ ആസ്ഥാനവുമായ നംഗ്യാൽ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. അതിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. മക്ലിയോഡ് ഗഞ്ച് ഏതൊരു സഞ്ചാരിയും കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. കാരണം ഇത് മനോഹരമായ കാഴ്ചകളോടൊപ്പം അഭയാർത്ഥി ജീവിതത്തിൻ്റെ നനവുള്ള നേർക്കാഴ്ചകളും നമുക്ക് സമ്മാനിക്കുന്നു. മക്ലിയോഡ് ഗഞ്ചിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ബുദ്ധമതത്തിലെ പുരാതന ആചാരങ്ങൾ, കലാരൂപങ്ങൾ, ശില്പനിർമ്മാണങ്ങൾ, സന്യാസി നൃത്തങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സംഗീതം, മന്ത്രം തുടങ്ങിയവ പ്രാക്ടീസ് ചെയ്യുന്ന നിരവധി മനുഷ്യരെ നമുക്കിവിടെ കാണാം. അതോടൊപ്പം ബുദ്ധസൂത്രങ്ങളുടെയും തന്ത്രങ്ങളുടെയും ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള നിരന്തര പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അസംഖ്യം സ്ഥിരവാസികളായ സന്യാസിമാരെയും നമുക്കിവിടെ കാണാം. തികച്ചും ശാന്തരായ, വളരെ നിസ്വരായ, മഞ്ഞയും ചുവപ്പും നിറമുള്ള നീളൻ കുപ്പായങ്ങളുമായി തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്ന നിറയെ ബുദ്ധ സന്യാസിമാരാണ് ഇവിടെ ചുറ്റുമുള്ളത്. മറ്റ് സ്ഥലങ്ങളിലെ ടിബറ്റൻ ആശ്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നാംഗ്യാൽ മൊണാസ്ട്രിയുടെ സവിശേഷത ഇത് ദലൈലാമയുടെ ആശ്രമ കേന്ദ്രമാണ് എന്നതാണ്. ദലൈലാമയുടെ നേരിട്ടുള്ള മാർഗനിർദ്ദേശത്തിലാണ് ഇവിടുത്തെ എല്ലാ പരിപാടികളും, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തുന്നത്. അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ ബുദ്ധ ജനതയുടെയും ആത്മീയവും ബൗദ്ധികവുമായ നേട്ടങ്ങൾക്കും സമൃദ്ധിക്കും അതുപോലെ ലോക സമാധാനത്തിനും വേണ്ടി തുടർച്ചയായി ദലൈലാമ സ്ഥാപിച്ച പുണ്യകർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും വർഷം തോറും അനുഷ്ഠിക്കുന്നതും ഈ ആശ്രമത്തിലാണ്. ശ്രീബുദ്ധൻ്റെ കൂറ്റൻ പ്രതിമക്കരികിലുള്ള ഈ പീഠത്തിലാണ് ദലൈലാമ അനുയായികൾ അഭിസംബോധന ചെയ്യാനും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാനും ഇരിക്കുന്നത്. ഇതിനു മുൻപിലുള്ള വിശാലമായ ഹാളിലാണ് ദലൈലാമയെ കേൾക്കുന്നതിന് അനുയായികൾ ഇരിക്കുന്നത്. അഭയാർത്ഥികളായ ടിബറ്റൻ ജനതയുടെ വേദനകൾ മറക്കാനെന്നോണം സ്വർഗതുല്യമായ മായാക്കാഴ്ചകളാണ് പ്രകൃതി ഈ ധർമ്മശാലയിൽ ഒരുക്കിയിരിക്കുന്നത്. ഹിമാലയൻ പർവ്വതത്തിൻ്റെ ദൗലതാർ സാനുക്കളുടെ മനോഹര ദൃശ്യവും ഇവിടെ നിന്ന് നമുക്ക് കാണാനാകും. ചുറ്റുമുള്ള മലനിരകളും ചെറുതടാകങ്ങളും കാനന ദൃശ്യങ്ങളുമൊക്കെ ധർമ്മശാലയുടെ മാറ്റുകൂട്ടുന്നു. പരമ്പരാഗത ടിബറ്റൻ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന നിരവധി കടകളും ഇവിടെ നമുക്ക് കാണാനാകും. ഇതിനു പുറമെ തനത് ടിബറ്റൻ വിഭവങ്ങൾ ലഭിക്കുന്ന ഭക്ഷണശാലകളും ഇവിടെയുണ്ട്. ജനിച്ച മണ്ണിൽ നിന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വന്നതിൻ്റെ ഓർമ്മകൾ പേറുന്ന മുതിർന്ന തലമുറയും തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളുമായി ജീവിക്കുന്ന യുവബുദ്ധ സന്യാസിമാരെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. മക്ലിയോഡ് ഗഞ്ചിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള ഗോട്ടോ മൊണാസ്ട്രിയാണിത്.
1474 സ്ഥാപിതമായ ബുദ്ധമതത്തിൻ്റെ ഗലൂക്ക് സ്കൂളിൻ്റെ താന്ത്രിക ധ്യാന പഠന പരിശീലന ആശ്രമമാണിത്. ടിബറ്റിലെ ചൈനീസ് അധിനിവേശത്തെ തുടർന്ന് 1959 ഇത് ഇന്ത്യയിലേക്ക് പുനർസ്ഥാപിക്കപ്പെടുന്നത്. 1989 ദലൈലാമയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചപ്പോൾ ദലൈലാമയ്ക്കുള്ള ആദരവായി ജപ്പാനിലെ സരസ്വതി ധർമ്മകേന്ദ്രത്തിൻ്റെ സാമ്പത്തിക സംഭാവനയോടെയാണ് ഇത് വിപുലീകരിച്ചത്. ആഗോള സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള ദലൈലാമയുടെ ശ്രമത്തിൻ്റെ സ്തൂപമായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. ദൗലധാർ പർവ്വതനിരകളുടെ തായ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആത്മീയ കേന്ദ്രത്തിൽ നിലവിൽ സന്യാസിമാരെ കൂടാതെ ടിബറ്റ്, മംഗോളിയ, ലഡാക്ക്, സിക്കിം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ലാമകൾ, വിദ്യാർത്ഥികൾ, ഭിക്ഷുക്കൾ തുടങ്ങി ആകെ 500-ലധികം ആളുകൾ ജീവിക്കുന്നുണ്ട്. പ്രകൃതിയുടെ ശാന്തതയും അഗാധമായ ആത്മീയതയും പരമ്പരാഗത ടിബറ്റൻ ശൈലിയിലുള്ള മനോഹരമായ ചുവർച്ചിത്രങ്ങളും സമന്വയിപ്പിക്കുന്ന ഈ കേന്ദ്രം ധാരാളം ആത്മീയ അന്വേഷകരെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്ന സ്ഥലമാണ്. ധർമ്മശാലയിലെ ഈ ബുദ്ധ കേന്ദ്രങ്ങൾ ഏതൊരു സഞ്ചാരിയുടെയും മനം കവരുന്ന സ്ഥലമാണ്. താങ്ക് യു.